പ്രതാപ്ജി പടിക്കൽ, എന്താണ് സംഭവിച്ചത്? പ്രോസിക്യൂഷൻ പരാജയം എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഞാൻ ഈ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാവുന്ന തെളിവുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടായത്? അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ. തീർത്തും നിരാശാജനകമായ ഒരു വിധിയാണ് ഈ കേസിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രോസിക്യൂഷന്റെ പരാജയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നീതി നിഷേധമാണ് വിശാൽ കേസിൽ ഉണ്ടായത് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സാധാരണഗതിയിൽ കോടതിയിൽ കേസുകൾ വിധികൾ ഉണ്ടാകുമ്പോൾ കോടതികളെ അതിനെ സംബന്ധിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എനിക്കറിയാം. എങ്കിൽ പോലും ചില സത്യങ്ങൾ പൊതുസമൂഹം അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ചില വിവരങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. ഒന്ന്, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇഞ്ചുവേർഡ് ഐ വിറ്റ്നസ്, പരുക്കു പറ്റിയ സാക്ഷിയുടെ മൊഴിക്ക് നിയമത്തിൽ ഒരു പ്രത്യേകപരമായിട്ടുള്ള പ്രാബല്യമുണ്ട്. അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിവിധ വിധിന്യായങ്ങളിൽ നിരന്തരമായ രീതിയിൽ അത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ കേസിലെ ഒന്നാം സാക്ഷി വിഷ്ണുപ്രസാദിന്റെ തലയുടെ പുറകുവശത്ത് ഈ കേസിലെ മൂന്നാം പ്രതി കുത്തിയ മുറിവ്, ആ സംഭവം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ പോലീസിൽ വിവരം നൽകുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് സമയത്ത് വിഷ്ണുപ്രസാദ് പറഞ്ഞപ്പോൾ അത് കുത്താണോ പരിക്ക് വെട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല എന്നുള്ള വെറും ഫ്ലിംസി ആയിട്ടുള്ള ഒരു കാരണം കാണിച്ചുകൊണ്ടാണ് വിഷ്ണുപ്രസാദിന്റെ മൊഴിയെ കോടതി അവിശ്വസിച്ചത്. ഇത് സാധാരണഗതിയിൽ നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ നോക്കുന്ന സംഗതിയാണ്. പ്രഥമ വിവര മൊഴി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ടു സെറ്റ് ദ ക്രിമിനൽ ലോ ഇൻ മോഷൻ എന്ന് മാത്രമേ പ്രഥമ വിവര മൊഴി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് അത് കൊടുത്ത ആളിന്റെ ആ സമയത്ത് മാനസിക അവസ്ഥയും കോടതികൾ പരിഗണിക്കേണ്ടതാണ്. പക്ഷെ അതെല്ലാം തീർത്തും തൃണവൽഗണിച്ചുകൊണ്ട് ഈ കേസിലെ പ്രതികളെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കണമെന്നുള്ള ഒരു പ്രീ മെഡിറ്റേറ്റഡ് നോഷനോട് കൂടി തന്നെയാണ് ഈ കേസിന്റെ വിചാരണ നടത്തിയത് എന്നുള്ള ഒരു സംശയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉയരുന്ന തരത്തിലുള്ള സമീപനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് എന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികമായ ഖേദം തന്നെയുണ്ട്. രണ്ടാമതൊരു സാക്ഷി ഇഞ്ചുവേർഡ് വിറ്റ്നസ് ആയിട്ടുള്ളത് ശ്രീജിത്താണ്. അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ ഏറെ ഗുരുതരമായ അവസ്ഥയിൽ പരിക്കു പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന ശ്രീജിത്ത്, അദ്ദേഹം ആ മാസം 30-ാം തീയതി, ജൂലൈ 30-ാം തീയതി വരെ അമൃത മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ സാക്ഷിയെ കാണിച്ച് തിരിച്ചറിയിക്കേണ്ട അത്യാവശ്യവുമാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കിടക്കുന്ന സാക്ഷിയെ അത് കാണിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ പ്രതികളുടെ ഫോട്ടോകൾ ഐഡന്റിഫിക്കേഷന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സാക്ഷിയെ കാണിക്കുകയും സാക്ഷി ഈ ഫോട്ടോകളിൽ നിന്നും പ്രതികളായവരുടെ ഫോട്ടോകൾ തിരിച്ചറിയുകയും ചെയ്തു. ആ തിരിച്ചറിഞ്ഞ ആ മൊഴികളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പ്രതികളെ ഒരു കാരണവശാലും ഈ സാക്ഷി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാരണമാണ് കോടതി വിധിന്യായത്തിൽ കാണിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു കാരണവശാലും ഒരു സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല എന്നുള്ള ആർക്കായാലും മനസ്സിലാകുന്നതാണ്. മൂന്നാമതൊരു കാര്യം, ഈ കേസിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞത് ചെങ്ങന്നൂരിന് സമീപം കോട്ട എന്ന പ്രദേശത്ത് നടന്നിട്ടുള്ള ലവ് ജിഹാദ് അടക്കമുള്ള പ്രവർത്തനങ്ങളെ ശ്രീ വിശാൽ എതിർത്തു എന്നുള്ളതാണ്. കോടതി കണ്ടെത്തിയിരിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ലവ് ജിഹാദ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നടത്തുന്നത് സംഘടനയല്ല എന്നുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു ഫൈൻഡിങ്ങിലേക്ക് കോടതി എത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പ്രത്യേകിച്ച് കോടതിയിൽ കേസ് വിസ്തരിക്കുന്ന സമയത്ത് ഡിഫൻസ് ചോദിച്ചു വരുത്തി, നമ്മൾ സാധാരണഗതി ക്രിമിനൽ ട്രയൽ നടത്തുന്ന സമയത്ത് നമ്മൾ പറയാവുന്ന ഒരു ഭാഷയാണ് ഡിഫൻസ് ചോദിച്ചു വരുത്തിയതാണെന്നുള്ളത്. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലവ് ജിഹാദ് പ്രവർത്തനങ്ങൾ കോട്ട ഭാഗത്ത് നടത്തുന്നതായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് സാക്ഷിയോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു അധ്യാപകന്റെ പേര് പറഞ്ഞ് ആ അധ്യാപകന്റെ മകളുടെ ലവ് ജിഹാദ് പ്രവർത്തനങ്ങളെ ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഈ കേസിലെ പ്രതികളടക്കമുള്ളവർ ഇടപെട്ടതിനെ വിശാൽ എതിർത്തത് തന്നെയാണ് വിശാലിനോട് പക തോന്നുവാനുള്ള കാരണമെന്ന് വ്യക്തമായ രീതിയിൽ ഈ കേസിലെ സാക്ഷികൾ കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്തിയത്
എന്ത് കാരണത്താലാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാരണമായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ABVP പോലെയുള്ള ഒരു സംഘടനയോട്, വിദ്യാർത്ഥി സംഘടനയോട് വിദ്വേഷമില്ല എന്നുള്ളതാണ്. കോടതിക്ക് എങ്ങനെ അത് കണ്ടെത്താൻ സാധിക്കും? പ്രത്യേകിച്ച് ABVP പ്രവർത്തകരായ സാക്ഷികൾ, ഈ കേസിൽ വിസ്തരിക്കപ്പെട്ട 1 മുതൽ 7 വരെയുള്ള സാക്ഷികൾ ഒരു സംശയത്തിന്റെയും അതീതമായ, അവരെ വളരെ ദൈർഘ്യമായ രീതിയിൽ ക്രോസ് വിസ്താരം നടത്തി. പക്ഷെ ആ ക്രോസ് വിസ്താരത്തിൽ ഞാൻ അടിവരയിട്ട് പറയാം, ഒരു വരി പോലും അവരിൽ പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കാൻ ആ ക്രോസ് വിസ്താരത്തിൽ ഒന്നും തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ കോടതിയെ ധരിപ്പിച്ചു, ഞങ്ങൾക്ക് ഇവരോട് പകയില്ല, പക്ഷെ ഞങ്ങളോട് ഇവർക്ക് പകയുണ്ട്. ആ പകയോടുകൂടിയാണ് ഞങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ മൊഴികളെ പൂർണ്ണമായും ഒരു 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 നെല്ലു മണിക്ക് പോലും വില കൊടുക്കാത്ത തരത്തിലുള്ള സമീപനം കോടതി കണ്ടെത്തി. അടുത്തൊരു കാരണം കൂടിയുണ്ട്. ഈ കേസിലെ 3-ാം പ്രതിയുടെ ഐഡന്റിറ്റി കാർഡ് സംഭവ സ്ഥലത്തുനിന്ന് കിട്ടി. ആ ഐഡന്റിറ്റി കാർഡ് കണ്ടെത്തിയത് സ്വാഭാവികമായും ആ പ്രതികൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ പോലും കോടതി അവഗണിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ നീതി നടപ്പാക്കുകയായിരുന്നോ കോടതിയുടെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് ചർച്ചയ്ക്കുണ്ടാകണം. കാരണം ഇതുപോലുള്ള ഒരു ദുർവിധി ഇനി ഒരു വിശാലിനും ഉണ്ടാകുന്ന ഇടവരരുത്. കാരണം കോടതികളിൽ നമ്മൾ പരിപൂർണമായി നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം പരിപാലിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാലങ്ങളിൽ. പക്ഷെ ഈ കേസിൽ കോടതി അക്കാര്യത്തിൽ പരിപൂർണമായി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, ഈ വിചാരണ വേളയിൽ തുടക്കം മുതൽ കോടതി ഹോസ്റ്റയിലായിരുന്നു പ്രോസിക്യൂഷനോട്? സംശയവും വേണ്ട. അതിനകത്ത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ കേസിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീ ജോസ്, അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ കോടതിയിൽ പ്രതിഭാഗത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരുപാട് ട്രയലുകൾ കാണാറുള്ളതും ഞാൻ ചെയ്യാറുള്ളതുമാണ്. പക്ഷെ ഞാനൊക്കെ ഞെട്ടിപ്പോകുന്ന രീതി പെട്ടെന്ന് ആ ഒരു സാക്ഷിയോട് കോടതി പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കുറച്ച് നേരമായി മൊഴി പറയുന്നു. നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നതാണോ നിങ്ങൾ മറുപടി പറയുന്നത്? പ്രതിഭാഗം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴി കൊടുക്കാൻ വേണ്ടി അല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂട്ടിക്കയറി നിൽക്കുന്നത്. അയാളുടെ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളാണ് കോടതി പറയുന്നത്. അപ്പോൾ പ്രതിഭാഗത്തിന് അനുകൂലമായ ഒരു മറുപടി ലഭിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് ആ സാക്ഷിയോട് കോടതി പൊട്ടിത്തെറിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും? അയാൾ ആകെ പെർപ്ലക്സ്ഡ് ആയിപ്പോയി ആ സാഹചര്യത്തിൽ. പെട്ടെന്ന് പ്രോസിക്യൂട്ടർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ഇടപെടേണ്ടി വന്നു. ബഹുമാനപ്പെട്ട കോടതി സാക്ഷിയോട് ഈ തരത്തിൽ പെരുമാറുന്നത് ശരിയായ നടപടിയല്ല എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു എനിക്ക് അവിടെ. അപ്പോൾ അതോടുകൂടി മാത്രമല്ല, പ്രോസിക്യൂഷൻ അനുകൂലമായ ഒരു സാക്ഷി കോടതി വന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് കോടതികളുടെ ഭാഗത്തു നിന്നും ആ സാക്ഷികളുടെ അടുത്തേക്ക് ഒരു ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ സാക്ഷികൾ ഭയക്കും. അവർ സത്യം കോടതി പറയാൻ മടിക്കും. അതേസമയം ഈ കേസിൽ ഹോസ്റ്റൈലായ സാക്ഷികളുണ്ട്. അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ KSUവിന്റെയും SFIയുടെയും പ്രവർത്തകരായ സാക്ഷികൾ കോടതിയിൽ വന്ന് കൃത്യമായ രീതിയിൽ ഞാൻ പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല, ഞാനിത് കണ്ടിട്ടില്ല, എനിക്കിത് അറിയില്ല എന്നുള്ള പറഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ അവരെ ഹോസ്റ്റലായിട്ട് ഡിക്ലെയർ ചെയ്തു, കൂറുമാറുന്നതായിട്ട് പ്രഖ്യാപിച്ച ഒരു പ്രതിസ്ഥാനം നടത്തി. ആ സമയത്തൊന്നും ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് കാണുമ്പോഴാണ് സ്വാഭാവികമായും നമുക്ക് സംശയം ഉണ്ടാകുന്നത്, ഇത് നീതിയാണോ അവിടെ നടപ്പിലാക്കിയെന്ന്. ഞാൻ ആ ജഡ്ജ്മെന്റ് പരിശോധിച്ചു. ആ ജഡ്ജ്മെന്റ് പരിശോധിച്ചപ്പോൾ എനിക്ക് വളരെ ചിരിക്കണോ കരയണോ എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടായിപ്പോയി. കാരണം ആ ജഡ്ജ്മെന്റ് ഇത്രമാത്രം അശ്രദ്ധമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ്. ആ കേസിനകത്ത് ജഡ്ജ്മെന്റിൽ കാണപ്പെടുന്നത് 5-ാം പ്രതിയെ 2012 ജൂലൈ 9 അറസ്റ്റ് ചെയ്തു എന്നാണെന്നാണ്. 2012 ജൂലൈ 9 വിശാൽ കൊല്ലപ്പെട്ടിട്ട് പോലുമില്ല. വിശാൽ കൊല്ലപ്പെടാത്ത സാഹചര്യത്തിലാണ് ഈ 5-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തായിട്ട് ജഡ്ജ്മെന്റ് എഴുതിയിട്ടിരിക്കുന്നത്. മാത്രമല്ല 6-ാം പ്രതിയെ 2012 ജൂൺ 26 അറസ്റ്റ് ചെയ്തു എന്ന് ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നു. അതായത് വിശാൽ കൊല്ലപ്പെടുന്നതിന് ഏകദേശം 20 ദിവസം മുമ്പ് 6-ാം പ്രതി അറസ്റ്റ് ചെയ്തു. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നുകിൽ ഇത് വളരെ അശ്രദ്ധമായ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രതികളെ അങ്ങ് വെറുതെ വിടണം എന്നുള്ള തരത്തിൽ തയ്യാറാക്കിയ ജഡ്ജ്മെന്റ് ആണോ സംശയിക്കേണ്ടിരിക്കും. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ റിഫർ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് റെക്കമെൻഡേഷൻ തീർച്ചയായും ഉണ്ടാകും. വിശാലിന് നീതി ലഭിക്കും. ഉയർന്ന കോടതി വിശാലിന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ തിരക്കിലാണെന്ന് എനിക്കറിയാം, യാത്രയിലാണെന്ന് അറിയാം. ഒറ്റ ചോദ്യം കൂടി, ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വല്ലതും നടന്നിരുന്നോ? അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പോയിന്റിൽ, ഉദാഹരണത്തിന്
ഈ കേസിൽ കണ്ടെടുത്ത തൊണ്ടി മുതലായിട്ടുള്ള ആയുധം, കത്തി, അത് ഒരു വശം മൂർച്ചയുള്ള കത്തിയാണ്. ഒരു ആയുധമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ആയുധം ഒരു വശം മൂർച്ചയുള്ള കത്തിയാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് ഈ കേസിലെ സംഭവം കണ്ടവരായ സാക്ഷികൾ എല്ലാവരും സംശയലേശം പറഞ്ഞു. ആ കേസിനകത്ത് CD ഫയലിനകത്ത് ഒരു മൊഴിക്കകത്ത് ഇരുവശം മൂർച്ചയുള്ള കത്തി എന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, കേസിൽ 3 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയ മൊഴിക്കകത്ത് അപ്രകാരം കണ്ടിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ കോടതി വിസ്തരിച്ച സമയത്ത് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ എങ്ങനെ വരാൻ ഇടയായി എന്ന് ചോദിച്ചപ്പോൾ അയാൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്റെ അസിസ്റ്റന്റ് എഴുതിയ സമയത്ത് ഒരു എന്നുള്ളത് ഇരു എന്ന് കേട്ടതിനകത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, ആ ഓ എന്നുള്ളത് ഇ എന്നുള്ളതായി പോയി എന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഈ കണ്ട ആയുധം തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് തന്നെ ആ സാക്ഷി കൃത്യമായി പറഞ്ഞു. ഇനി മാത്രമല്ല, തിരിച്ചു നമ്മളൊന്ന് ആലോചിക്കൂ, ഒരു കേസിന്റെ അന്വേഷണം മോശമായിട്ടുണ്ടെങ്കിൽ അത് പ്രതിയെ വെറുതെ വിടാൻ ഒരു കാരണമാണോ? ഒരിക്കലുമല്ല. സുപ്രീം കോടതി വളരെ വളരെ വിധികൾക്കകത്ത് പറയുന്നുണ്ട്, ഒരു ഡിഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ പോലും അത് പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു കാരണമേ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രതികളെ വെറുതെ വിടാൻ കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണോ എന്ന് ആ ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിയമപരമായി നിലനിൽക്കാത്ത ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് ഇന്ന് വിശാൽ കേസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. വളരെ നിരാശാജനകമാണ്. ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ നീതിന്യായ വ്യവസ്ഥയിൽ പൊതുസമൂഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അഡ്വക്കേറ്റ് പ്രതാപ് ജി പട്ടിക്കൽ, ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു.